മാഷെ വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതിനെയും നേരിടുന്നുണ്ട്. ഇപ്പോൾ താരിഫിന്റെ വിഷയമാണെങ്കിൽ പോലും നമ്മൾ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില ആഘാതങ്ങൾ നമുക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു വശത്ത് നോക്കുമ്പോൾ താലിബാനുമായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. ഈ അടുപ്പത്തെ ചോദ്യം ചെയ്യുന്നവരും ഏറെയാണ്. കാരണം താലിബാൻ എന്തൊക്കെ പറഞ്ഞാലും താലിബാൻ ആണല്ലോ. അപ്പോ അത് വളരെ സംശയാസ്പദമായ രീതിയിൽ പോകുന്നു. പാകിസ്ഥാനെ അടിക്കുന്നത് നമ്മൾ താലിബാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അടിക്കുന്നു എന്ന് പറയുന്നത് ഒരു CIA ഉദ്യോഗസ്ഥൻ പറയുന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ ഇതിനകം വന്നു കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ അത് അങ്ങനെയാണോ അല്ലയോ, ഇന്ത്യ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു തകർന്നു കിടക്കുന്ന ഒരു രാജ്യത്തെ നമ്മൾ അടിക്കാൻ പോകാറില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സംസ്കാരം. എന്തായാലും താലിബാന് വേണ്ടുന്ന, അഫ്ഗാനിസ്ഥാന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു 2 അണക്കെട്ടാണ് അവിടെ നിർമ്മിച്ചു നൽകുന്നത്. താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ചു നൽകുന്നത്. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഇപ്പുറത്ത് മറ്റൊരു കളം ഒരുങ്ങുന്നുണ്ട്. അതായത് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർഷ ഇദ്ദേഹവും ഒരു 8 അംഗ സംഘവും ചേർന്നിട്ട് ബംഗ്ലാദേശിൽ പോയി യൂനസിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാണിജ്യ അതല്ലാത്ത മറ്റ് നിക്ഷേപവും കാര്യങ്ങളുമാണ് എന്നുള്ളതാണ്. പക്ഷെ അസ്ഥിരമായി കിടക്കുന്ന ബംഗ്ലാദേശിൽ പോയിട്ട് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് തകർന്നു കിടക്കുന്ന പാകിസ്ഥാന്റെ ജനറലാണ് പോയിട്ടുള്ളത്, തകർന്നു കിടക്കുന്ന ബംഗ്ലാദേശിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായ ഒരു അജണ്ട ഈ 2 രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുന്നുണ്ടോ ഈ ഒരു കലുഷിതമായ അവസ്ഥയിൽ? അതല്ലാതെ മറ്റൊരു സാധ്യതയും ഈ ഒരു വാർത്തക്കില്ല. ഇതിൽ ഒരു കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ നിത്യശത്രുക്കളില്ല, നിത്യബന്ധുക്കളുമില്ല എന്ന് പറയും പോലെ തന്നെയാണ് ഈ രാഷ്ട്ര നയതന്ത്രത്തിലും അതില്ല. സ്ഥിരം ശത്രുക്കൾ, സ്ഥിരം മിത്രങ്ങൾ എന്നൊന്നില്ല. ഇതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴാണ് ഒന്നിക്കുന്നത് എപ്പോഴും നമുക്കൊരു പൊതുശത്രു ഉണ്ടായി വരുമ്പോഴാണ്. ഇനി ഏതാണ് പൊതുശത്രു, അത് അതിനേക്കാളും പ്രധാനമാണ്. ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ പാകിസ്ഥാന്റെ എക്കാലത്തെയും പൊതുശത്രുവാണ്. പക്ഷേ പാകിസ്ഥാന്റെ ശത്രുവായ ഇന്ത്യയെ ചരിത്രത്തിൽ ആദ്യമായി ബംഗ്ലാദേശിന്റെ കൂടി ശത്രുവായി കിട്ടുകയാണ് പാകിസ്ഥാന്. ആലോചിച്ച് നോക്കൂ. കാരണം എത്ര കാലത്തെ പക കയ്യിലുണ്ടാവും ഓർക്കണം. 71-ൽ കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വിമോചനം വേണം, ഞങ്ങൾ ഭൂമിശാസ്ത്രപരമായ അകലം മാത്രമല്ല സ്വാതന്ത്ര്യവും വേണം എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. അന്ന് വരെ പാകിസ്ഥാന്റെ ഭാഗമാണല്ലോ, ഒരു സ്റ്റേറ്റ് മാത്രമാണ്. പാകിസ്ഥാനിലെ ഒരു വിശാലമായ സ്റ്റേറ്റാണ് ബംഗ്ലാദേശ്. അപ്പോൾ 71-ൽ 47 തൊട്ട് 71 വരെ ഒന്നിച്ചു നിന്ന ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടി വേറൊരു രാജ്യമാക്കി തീർക്കാൻ സഹായിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. ബംഗബന്ധു എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചത് അങ്ങനെയാണ്. നമ്മൾ ബംഗ്ലാദേശിനെ നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടാണ് കണ്ടത്, സഹോദരങ്ങളായിട്ടാണ് കണ്ടത്. അവരെ എല്ലാ നിലയിലും നമ്മൾ സഹായിച്ചു, സൈനികമായി സഹായിച്ചു. അതിൻ്റെ കാരണം അന്ന് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനെതിരായി നടക്കുന്ന ഒരു സംഗതി ആണ്. പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യുന്നു പാകിസ്ഥാൻ്റെ തന്നെ ഒരു ഭാഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം തൊട്ട് ഇന്ന് വരെ പാകിസ്ഥാനുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ശത്രു. അന്ന് നമ്മൾ പൊതുശത്രുവായി പാകിസ്ഥാനെ കണ്ടു. ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്ന്, ബംഗ്ലാദേശിനും യുദ്ധം ചെയ്യേണ്ടത് പാകിസ്ഥാനോടാണ്, സ്വാതന്ത്ര്യം വേണം. നമ്മളും നിരന്തരമായിട്ട് 48-ൽ കാശ്മീരിൻ്റെ പേരിൽ നമ്മൾ യുദ്ധം ചെയ്തു, ഓർമ്മയില്ലേ? 65-ൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ നേരിട്ട് യുദ്ധമുണ്ടായി. അത് കഴിഞ്ഞ് ആണ് 71-ലെ യുദ്ധം. ആ 71-ലെ യുദ്ധത്തിൽ നമ്മുടെ പൊതുശത്രുവായിട്ട് നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്ന് പാകിസ്ഥാനെ കണ്ടു. അതാണ് ഈ പൊതുശത്രുക്കൾ എപ്പോഴും മാറാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. ആ ബംഗ്ലാദേശ് അന്നു മുതൽ ഇന്ന് വരെ അതിനുള്ള കൂറും ബഹുമാനവും ഒക്കെ ഇന്ത്യക്ക് തന്നു. ഏതുവരെ? ഈ കഴിഞ്ഞ വർഷം വരെ, 2024 വരെ, ഷെയ്ഖ് ഹസീനയുടെ അവസാനത്തെ ടേമിൽ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. ഇവരാരുമല്ല, അതിൽ പാകിസ്ഥാന് വലിയ റോളൊന്നുമില്ല, ആഗോള ശക്തികൾ തീരുമാനിച്ചു. അതിൻ്റെ കാരണം അവരുടെ താല്പര്യങ്ങൾ മാറിയപ്പോഴേക്ക് അവർക്ക് അമേരിക്കക്ക് ചൈനയെ പോലൊരു രാജ്യത്തെ നേരിടണം. ചൈനയാണ് അവർ വലിയ ഭീഷണിയായിട്ട് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ചൈനയെ നേരിടാൻ ചൈനയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു താവളം വേണം അവർക്ക്. അതിന് അവർ 2 തരത്തിൽ ശ്രമിച്ചു. അവർ ആദ്യം ഒരു കൾച്ചറലായിട്ട് ശ്രമിച്ചു. അതെങ്ങനെയാണ്? ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു.
ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്റ്റേറ്റ്, അതിന് അങ്ങനെ ബന്ധമുണ്ടല്ലോ. അത് പറഞ്ഞാൽ എല്ലാവരും വീണുപോകും. അമേരിക്കയെ പോലെ ഒരു രാജ്യം വന്ന് വാഗ്ദാനം ചെയ്യുകയാണ്, നിങ്ങൾ ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ കിഴക്ക് അറിയാലോ, ഇന്ത്യയിലെ ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ 5-6 സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുണ്ട്. അപ്പുറത്ത് മ്യാൻമറിൽ നല്ലൊരു ശതമാനമുണ്ട്. ഇപ്പുറത്ത് ബംഗ്ലാദേശിലെ ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളൊരു രാജ്യമായാൽ എന്താ? അതാണ് ഈ ഡീപ് സ്റ്റേറ്റ് ആദ്യം ഇറക്കി കൊടുത്തത് ടൂള്. അതാണ് കാർഡ്. ആ കാർഡ് യാതൊരു മറയുമില്ലാതെ അവർ ഏതാണ്ട് യാഥാർത്ഥ്യമാവുന്ന വന്നതാ. അതിനെതിരെ നിന്നത് EM-ആണ്. ആര്? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 2024 ജനുവരിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്നെ നേരിട്ട് വന്ന് കണ്ടു. നീ യാതൊരു എളുപ്പവും മറയണ്ടായിരുന്നില്ല, എന്നെ വന്നിട്ട് കണ്ടു. ഞങ്ങൾ ഇങ്ങനെ അജണ്ടയുണ്ട്, നിങ്ങൾ അത് മനസ്സുകൊണ്ടൊന്ന് സഹായിച്ചാൽ നിങ്ങളുടെ ഇലക്ഷൻ മുഴുവൻ ഞങ്ങൾ നടത്തിത്തരാം, നിങ്ങൾ അധികാരത്തിലെത്തിക്കുകയും ചെയ്യാം, ഒക്കെ ഞങ്ങൾ ഏറ്റുന്ന്. അതൊക്കെ ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അന്നത് നടന്നില്ല. അവർ പറഞ്ഞു സോറി പറ്റില്ല, ഒന്ന് ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മതപരമായ ഒരു വിഭജനത്തിനെതിരാണ്. ഞങ്ങൾ പഠിച്ച പാഠം അതാണ്. ഞങ്ങൾ മതത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മാതൃരാജ്യമായിരുന്ന ഇന്ത്യയോട് ഒരു രാജ്യം വാങ്ങിപ്പോയവരാണ്. 47-ൽ ഞങ്ങൾക്കത് കിട്ടി, പക്ഷേ 71 ആയപ്പോഴേക്കും ഞങ്ങളത് പഠിച്ചു. മതത്തിൻ്റെ പേരിൽ രാജ്യം ഉണ്ടായാൽ നിലനിന്ന് പോവില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അനുഭവത്തിൽ നിന്ന് പഠിച്ച മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കിയാൽ അവരും രക്ഷപ്പെടില്ല, ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പല്ലേ എന്ന് പറഞ്ഞ് സോറി പറഞ്ഞവർ. അത് അപ്പോഴാണ് അമേരിക്കയുടെ ആ അജണ്ട പൂട്ടിയത്. പിന്നെ അമേരിക്കക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വന്നു. പിന്നെ അവര് യൂനുസിനെ കൊണ്ട് പല നടപടികളും അമേരിക്ക അനുകൂലമായി എടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ യൂനുസ് അപ്പോഴേക്ക് യാഥാർത്ഥ്യം പഠിച്ചു. ഈ പ്രദേശത്ത് അമേരിക്കയുടെ കളിക്ക് നിന്നു കൊടുത്താൽ ചൈന ശത്രുവാകും, ഇന്ത്യ ആൾറെഡി ആണ്, അവരുടെ ശത്രുവാണ്. ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്തു. നമ്മൾ അന്ന് മുതൽ നമ്മൾ ബംഗ്ലാദേശിന്റെ ശത്രുവാണ്. യൂനുസ് അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യം പോയത് സാധാരണ അവിടെ നിന്ന് വരുന്നത് ഇന്ത്യയിലേക്കാണ്, നേരെ പോയത് ചൈനയിലേക്കായിരുന്നു. ആണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ യൂനുസ് അത് കൃത്യമായിട്ട് പഠിച്ചു. സംഗതി അമേരിക്കയൊക്കെ തന്നെയാണ്. പക്ഷേ യൂനുസിന് സാമ്പത്തിക ശാസ്ത്രം നന്നായിട്ട് അറിയാം. അമേരിക്ക നടുവൊടിഞ്ഞിരിക്കുന്നു, അമേരിക്കയെ കൊണ്ട് ഇനി ബംഗ്ലാദേശിനെ എന്നല്ല ആരെയും സഹായിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ഇനി നമുക്ക് സഹായം വേണ്ടത് ചൈനയിൽ നിന്നാണ്. അമേരിക്കക്ക് പോലും ചൈനയെ പേടിയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ശത്രുവായ ചൈനയെ നമ്മൾ കൂടി ശത്രുവാക്കിയാൽ അത് നമുക്ക് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ചൈനയെ കൂട്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഈ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. അതിലും ചൈനയുടേതായ ചില കളികൾ കളിച്ചു നോക്കി. കാര്യം ചൈനക്കും ഇന്ത്യയോട് ചില സ്കോർ തീർക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങളുണ്ട്, ഇവിടുത്തെ മ്യാൻമർ ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ഇവരുടെ ആ ഇടനാഴിയുടെ കൊറിഡോറിന്റെ പ്രശ്നമുണ്ട്, ദലൈലാമയുടെ പ്രശ്നമുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇന്ത്യയെ ഒന്ന് അടിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വളർത്തിയെടുത്ത തീവ്രവാദികൾ വന്ന് ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ, ആ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തിരിച്ചുപോയി നമ്മൾ ആക്രമിച്ചപ്പോൾ ആ ആയുധങ്ങൾ കണ്ടെത്തിയത് മുഴുവനും ചൈനയുടെ ആയുധങ്ങളാണ്. അപ്പോൾ ചൈന പാകിസ്ഥാനെയും സഹായിച്ചു എന്നർത്ഥം. അപ്പോൾ ചൈന സൗകര്യം കിട്ടിയപ്പോൾ ഇന്ത്യയോടും ചൈനയുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ചൈനയോട് പ്രത്യക്ഷത്തിൽ അറ്റാക്കിന് പോകാതെ എല്ലാവരോടും എന്ന പോലെ ചൈനയോട് സൗഹാർദ്ദത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ സമയത്താണ് പാകിസ്ഥാൻ ഒരു പുതിയ പാഠം പഠിക്കുന്നത്, ഇന്ത്യയുടെ പുതിയൊരു ഡിപ്ലോമസി. പുതിയ ഡിപ്ലോമസി എന്താ? പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന ഇന്ത്യ വിരുദ്ധരായ തീവ്രവാദികൾക്ക് അഭയം കൊടുക്കാൻ താലിബാൻ അഭയം കൊടുക്കുമെന്ന് അവർ വിചാരിച്ചു. ആര്? തീവ്രവാദികൾ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘമാണ് താലിബാൻ. അതുകൊണ്ട് അവരുടെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, അനിയന്മാർ എന്നാ പിന്തുണക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നവർ വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്ക് ഈ പാകിസ്ഥാനും ഇതിന്റെ അപകടം മണത്തറിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള താലിബാൻ തീവ്രവാദികൾ തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പേരിൽ പാകിസ്ഥാനകത്തും പ്രവർത്തിക്കാൻ തുടങ്ങി. TTP എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾ പാകിസ്ഥാനെ ഉന്നം വെക്കുന്നു എന്ന് മനസ്സിലായി. പാകിസ്ഥാനെ ഉന്നം വെച്ചാൽ ഇന്ത്യയെ ഉന്നം വെക്കുന്ന പോലെ ആവില്ല. ഇസ്ലാമിക തീവ്രവാദത്തിന് വേരുള്ള മണ്ണാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരുപോലെ. അത് പാകിസ്ഥാന് വലിയ പരിക്കുണ്ടാക്കും. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി. അവർ തമ്മിൽ യുദ്ധം തുടങ്ങി, അതിന് നീക്കാൻ തുടങ്ങി. വേറൊന്ന്, അഫ്ഗാനിസ്ഥാൻ ഈ സമയത്ത് വളരെ അപകടം പിടിച്ചൊരു പണി കൂടി ചെയ്തു. എന്താണെന്നറിയോ? പാകിസ്ഥാനകത്ത് കഴിഞ്ഞ കുറേ കാലമായി അഫ്ഗാനിസ്ഥാൻ്റെ അറിവോടും സമ്മതത്തോടും സഹായത്തോടും കൂടി, അവർക്ക് സഹായിക്കാൻ സാമ്പത്തികമായിട്ട് കഴിയില്ല,
എന്നാൽ അവരുടെ കയ്യിൽ തീവ്രവാദികളുണ്ട്, ചാവേറുകളുണ്ട്, എവിടെ നിന്നൊക്കെയോ കിട്ടിയ ആയുധങ്ങളുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് ബലൂജി തീവ്രവാദികളെ സഹായിക്കാൻ തുടങ്ങി. പാകിസ്ഥാനകത്തെ വിഘടനവാദികളാണ് ബലൂചിസ്ഥാൻ തീവ്രവാദികൾ. അവരെയും സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ കൊടിയ ഒരു സംഘർഷം രൂപപ്പെട്ടു. യുദ്ധം തുടങ്ങി. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് യുദ്ധം നടന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ലോകത്തെ നമ്മൾ കാണേണ്ടത്. ഈ പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ ഉണ്ടായി? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവിടെ ഒരു യുദ്ധം. ഈ സമയത്ത് നമ്മൾ മറ്റൊന്നുകൂടി തന്ത്രപൂർവ്വം സ്വീകരിക്കേണ്ട നിലപാടെന്താ? ഈ രണ്ട് കൂട്ടർക്കും, ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒരു പൊതുശത്രു ഉണ്ടായി, പാകിസ്ഥാനാണ്. പുതിയ ലോകത്ത് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള പൊതുശത്രുവായി പാകിസ്ഥാൻ മാറിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശത്രുവിന്റെ ശത്രുവാണ് നമ്മുടെ മിത്രം. വളരെ കൃത്യസമയത്ത് ഇന്ത്യ അഫ്ഗാനുമായി ടൈപ്പ് ഉണ്ടാക്കി. അതിന് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന് 2021 അന്നു മുതൽ അവരെ ആരും അംഗീകരിച്ചില്ല. താലിബാൻ തീവ്രവാദികളാണ്, സൂക്ഷിക്കണം. അവരോട് തൊട്ട് കളിച്ചാൽ അപകടം വരും, തൊട്ടാൽ തൊട്ടവനൊക്കെ കൈപൊള്ളും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളും അംഗീകരിച്ചില്ല. പക്ഷെ നല്ല സമയത്ത് ഒരു മൂവ് നടത്തിയിട്ട് ഇന്ത്യ അവരെ അംഗീകരിച്ചു. അവർക്ക് എംബസി കൊടുത്തു, നമ്മളവിടെ പോയി എംബസി തുടങ്ങി. മാത്രമല്ല, അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ജീവകാരുണ്യപരമായ സഹായങ്ങളാണ്. പട്ടിണി കിടക്കുന്നവരാണ്, യുദ്ധത്തിൻ്റെ കെടുതികൾ, ആഭ്യന്തര കലാപത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർ. അമേരിക്ക ചുടലപ്പറമ്പാക്കിയിട്ട് പോയ നാടാണ്. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ ഇന്ത്യയെ കൊണ്ടാവുന്ന വിധം, ഇന്ത്യയുടെ വിദേശ സഹായത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന ഫണ്ടുണ്ടല്ലോ, അത് മുഴുവൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകി. അവിടെ ആശുപത്രികൾ, സ്കൂളുകൾ, അവിടെ റോഡുകൾ, അവിടെ അണക്കെട്ടുകൾ, നീ പറഞ്ഞ സൽമാ ഡാം ഉൾപ്പെടെ. ഈ താലിബാൻ ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നോ അത് നിങ്ങൾ നിർത്തരുത്, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടി താലിബാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം സാങ്കേതികപരമായിട്ടും പണം കൊണ്ടാണെങ്കിലും ടെക്നിക്കൽ അങ്ങനെയുള്ള എല്ലാ ലോജിസ്റ്റിക്സ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇത് ചെയ്യാൻ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു രാജ്യമായിട്ട് ആ സമയത്തും ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുമിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അണക്കെട്ട് പണിയുന്ന ഒരു കാര്യമാണല്ലോ വന്നപ്പോ എല്ലാവരും പറഞ്ഞു ഈ അണക്കെട്ട് എന്നുള്ളത്. ഈ അണക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പണിതിട്ടുണ്ട്. അതെ, പണി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ 300-250 മില്യൺ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ സംസ്കാരപരമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ താലിബാൻ, ഈ മാഷി ഇപ്പൊ പറഞ്ഞു വെച്ച പോലെ താലിബാന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ കൈ വലിക്കാതിരിക്കുന്നത്, സഹായിച്ചുകൊണ്ടിരുന്ന കൈ വലിക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരവും കൂടിയാണ്. ഒന്നതാണ് നമ്മൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഏറ്റ പണി പൂർത്തിയാക്കി കൊടുക്കുക, അത് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് കൂടിയാണ് അവർ നമ്മളെ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ വിദേശ നയമല്ല അഫ്ഗാനിസ്ഥാനോട് ഇക്കൊല്ലം. അങ്ങനെ ആവാനും പാടില്ല. ഇക്കൊല്ലത്തെ ശത്രു വേറെയാണ്, ഇക്കൊല്ലത്തെ ഭീഷണി വേറെയാണ്, ഇക്കൊല്ലത്തെ യാഥാർത്ഥ്യം വേറെയാണ്. അതനുസരിച്ചാണല്ലോ പെരുമാറുന്നത്. കഴിഞ്ഞ കൊല്ലം ഓർമ്മയില്ലേ? കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ CAB പാസ്സാക്കിയത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് വന്നില്ലേ, CAB. ആ ബില്ലില് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിം പൗരന്മാർക്ക്, അഭയാർത്ഥികളായി വന്നാൽ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കൂല. എന്താ അതിൻ്റെ അർത്ഥം? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നു. താലിബാൻ ഭരണകൂടം അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും സിഖുകാരെയും വലിയ തോതിൽ ഉപദ്രവിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിലൊന്നും മാറ്റം വരുത്തിയിട്ടല്ല. പക്ഷേ CAB പാസ്സാക്കിയ കാലത്തെ ഇന്ത്യ അല്ല ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനിൽ വിരിഞ്ഞിറങ്ങുന്ന ഭീകരവാദികളാണ്. അത് ലക്ഷണമൊത്ത ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ മറ്റൊരു ഇസ്ലാമിക രാജ്യമായ അഫ്ഗാനിസ്ഥാൻ്റെ, പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിനേക്കാളും ലഷ്കർ-e തൊയ്യബയേക്കാളും ഭീകരതയുടെ പാരമ്പര്യമുള്ള താലിബാന്റെ ഒരു സർക്കാരിനെ ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രജിത് ആദ്യം പറഞ്ഞ ആശങ്ക എനിക്കുണ്ട്. ആ ആശങ്ക ഞാൻ എപ്പോഴും പങ്കിടാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ട മോദിജി, താലിബാനാണേ, സൂക്ഷിക്കണേ എന്ന് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലല്ലേ ഈ ഒരു ബംഗ്ലാദേശ് ഇടക്കാല മുഖ്യമന്ത്രിയെ പോയിട്ട് പാകിസ്ഥാൻ ജനറൽ കാണുന്നത് മാഷേ? ഈ സമയത്തെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞ. അവിടെ അതുകൂടി ചേർത്ത് പറഞ്ഞാൽ ഇത് പൂർത്തിയായി. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പാകിസ്ഥാന്റെ പൊതുശത്രുവായി, പാകിസ്ഥാന്റെ പൊതുശത്രുക്കളായി രണ്ടുപേർ ഒന്നിച്ചു. ആരൊക്കെ? താലിബാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും. ഇത് രണ്ടും
പാകിസ്ഥാൻ്റെ അയൽ രാജ്യങ്ങളാണ് അതെ. ആണല്ലോ. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ പുതിയ ബംഗ്ലാദേശിൻ്റെ ശത്രു കൂടിയാണ് ഇന്ത്യ. അതെ. ഇന്ത്യക്കെതിരായി പാകിസ്ഥാനെതിരായി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒന്നിക്കാമെങ്കിൽ ആ ഒന്നിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായി ആർക്കൊക്കെ ഒന്നിക്കാൻ കഴിയും? പാകിസ്ഥാൻ ആരെ കൂട്ടുപിടിക്കാൻ കഴിയും? സമീപ ഭൂതകാലത്ത് ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തിയെടുത്ത ഒരു രാജ്യമാണ് പുതിയ ബംഗ്ലാദേശ്, മുഹമ്മദ് യൂനിസിന്റെ ബംഗ്ലാദേശ്. അതായത് ഈ നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഹസീനയ്ക്ക് ശേഷമുള്ള ബംഗ്ലാദേശ്, ആ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ശത്രുവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ ബലമായി ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നിട്ട് ഒരു അടി അടിച്ചാൽ പാകിസ്ഥാൻ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവർ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്ത് ചൈന സഹായിച്ചേക്കുമെന്ന വിദൂര പ്രതീക്ഷ പോലും അവർക്കില്ല. ചൈനയുടെ ആവശ്യത്തിന് പാകിസ്ഥാനെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ള ആയുധം ചോദിച്ചതിന് കൊടുത്തിട്ടുണ്ടാവും, നല്ല വിലയും വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള കടം അവർക്ക് കൊടുത്തിട്ടുണ്ടാവും, അവരെ അടിമകളാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ചൈന ചെയ്യും. അതേ സമയത്ത് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ആഗോള തലത്തിലൊരു സമീപനത്തിന് ചൈന പോകില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായാൽ ചൈനീസ് സഹായം ഇനി അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള താരിഫ് യുദ്ധം തുടങ്ങിയതിന് ശേഷം മുമ്പില്ലാത്ത വിധം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യമൊക്കെ അവർ കാണുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്തു. ഇനി അവരെ കാണാൻ പോയിട്ട് കാര്യമില്ല. അത് യൂനിസിനും അറിയാം, പാകിസ്ഥാനിലെ ഇവർക്കും അറിയാം, നമ്മുടെ ഷഹബാസ് ഷെരീഫിനും അറിയാം. അതേ സമയത്ത് ഇനി കൂടാവുന്ന എന്താ? ഇനി യോജിക്കാവുന്ന വഴി എന്താ? പാകിസ്ഥാൻ വന്ന് ബംഗ്ലാദേശിനോട് കൂടുക. ബംഗ്ലാദേശിനോട് അമേരിക്കക്ക് പുതിയ കാല താല്പര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. മാത്രമല്ല ഈ അമേരിക്കയോട് പാകിസ്ഥാന് ചിരകാല ബന്ധമുണ്ട്. വലിയ ഉപകാരമൊന്നും അവരെ കൊണ്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ആഗോളതലത്തിൽ ഞങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ബലമാണ്. അത്യാവശ്യ ഘട്ടത്തിൽ ഒന്ന് നിലവിളിക്കാനെങ്കിലും വിളിച്ചു വരുത്താനെങ്കിലും ഒരു ആഗോള ശക്തി കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിന് പോയി കണ്ടത് രണ്ട് കാര്യത്തിനാണ്. ഈ അമേരിക്കയുടെ രണ്ട് ഏജന്റുമാർ, രണ്ട് അമേരിക്കൻ ഏജൻസികൾ ഒന്നിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനുമല്ല, ഇന്ത്യയെ ഒന്ന് പേടിപ്പിച്ച് നിർത്താനും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ഞങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ചൈനയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ അമേരിക്കയുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയുടെ ഒരു അർത്ഥം. എന്തായാലും അത് ഇന്ത്യ കരുതലോടെ ഇരിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും കരുതലോടെ ഇരിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഓർക്കേണ്ടത് നമ്മളിപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭീകരവാദികളെ നേരിടാൻ നമുക്ക് താലിബാനുണ്ട് കൂടെ. പക്ഷേ ഈ ആഗോളതലത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെയും കൂടി നേരിട്ടുകൊണ്ടല്ലാതെ പുതിയ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ആ പോരാട്ടത്തിൽ അവരുടെ രണ്ട് ലഫ്റ്റനന്റുമാരായിട്ട് ഇന്ത്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ശക്തികൾ ഉണ്ടാകുന്നത് നമ്മൾ സൂക്ഷിച്ച് ജാഗ്രതയോടെ പോകണം. എന്തായാലും പ്രശ്നസങ്കീർണമായ ഒരു സമീപനമാണ്, ഒരു ലോകമാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്നത്. ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യയുടെ സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും നയതന്ത്രം കൊണ്ടും ഇന്ത്യ അത് നേരിടുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്ത്യ ഇത് കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. ഷെയ്ഖ് ഹസീനക്ക് ഇപ്പോഴും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ കാലമായിട്ടില്ല, സമയമായിട്ടില്ല എന്നതാണ് അക്കൂട്ടത്തിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം. ഹസീനയെ പൊറ്റിക്കൊണ്ട് തന്നെ നമ്മൾ ബംഗ്ലാദേശിനെ നേരിടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.